അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. നാം ഇങ്ങനെ വായിക്കുന്നു, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ അത് നിങ്ങളെയും രക്ഷിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് തലവണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അക്ഷരത്തിന്റെ ഒരു അറിവല്ല ഈ രാത്രികാലം നാം ആഗ്രഹിക്കുന്നത്. ആത്മാവിൽ ദൈവിക പരിജ്ഞാനത്തിലൂടെ വചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ കർത്താവ് നമ്മെ ഈ രാത്രികാലം സഹായിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ ജനത്തെ ശുശ്രൂഷിപ്പാൻ അടിയന് ദൈവം കൃപ തരേണ്ടതിന് അത് പ്രാഗൽഭ്യത്തോടും അധികാരത്തോടും ബഹുനിശ്ചയത്തോടും ആത്മാവിന്റെ ശക്തിയോടും വെളിപ്പെട്ടു വരുവാൻ, സ്പോണ്ടേനിയസ്ലി ദൈവാത്മാവ് ഈ രാത്രികാലം നമ്മോട് സംസാരിക്കുവാൻ, എല്ലാ തടസ്സങ്ങളെയും മാറ്റി വചനം ദുർഘടങ്ങളെ നിരപ്പാക്കി നമുക്ക് വേണ്ടി നന്മയുടെ വാതിലുകളെ തുറന്നു തരാൻ നമുക്ക് ദൈവത്തോട് ഈ രാത്രികാലം പ്രാർത്ഥിക്കാം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭാവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ അവനൊരുക്കിടും അഖിലമതും. കൃപയരുളിടുമേ ബലമണിയിക്കുമേ, കൃപയരുളിടുമേ ബലമണിയിക്കുമേ, മാറമധുരമായി മാറ്റിടുമേ, മാറമധുരമായി മാറ്റിടുമേ. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. കണ്ണുനീർ താഴ്വരകൾ ജീവജല നദിയാക്കുമവൻ, ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ, സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ, സ്നേഹക്കൊടിക്കീഴിൽ നയിക്കുമവൻ, സ്നേഹക്കൊടിക്കീഴിൽ നയിക്കുമവൻ. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിന്റെ മുമ്പാകെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. കർത്താവേ, ഈ രാത്രികാലം ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ പരിശുദ്ധാത്മാവിൽ വ്യാഖ്യാനിക്കുവാനും അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാനും അവിടുന്ന് സഹായിക്കണമേ. ഈ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാകൊണ്ടും അതിനോട് കൂട്ടുചേർക്കാനോ മായം ചേർക്കുവാനോ ആർക്കും അധികാരം ദൈവം കൊടുത്തിട്ടില്ലല്ലോ കർത്താവേ. ആകയാൽ ദൈവവചനത്തിന്റെ സത്യങ്ങളെ, അതിന്റെ പൊരുളുകളെ അവിടുന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടണമെന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ശത്രുവിന്റെ മൂടുപടങ്ങളെ, തെറ്റിദ്ധാരണകളെ എല്ലാം മാറ്റി കർത്താവെ, വിശ്വാസ
വിശ്വാസത്തിൽ ഞങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകേണ്ടതിന് സ്നാനം എടുത്ത പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് ഹൃദയത്തിൽ ഇന്ന് രാത്രികാലം ധൈര്യവും സ്വാതന്ത്ര്യവും ഉണ്ടാകേണ്ടതിന് സ്നാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആ സ്നേഹത്തിന് ദൈവം കൽപ്പിച്ച വാല്യൂ എന്തെന്ന് തിരിച്ചറിയുവാൻ ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ, വചന കേൾവി ഞങ്ങൾക്ക് സന്തോഷം വരുത്തുന്നതാകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അതേസമയം ഞങ്ങൾക്ക് ജഡത്തിൽ കഷ്ടങ്ങൾ ഉള്ളവരാണ്, ഞങ്ങളിൽ ചില രോഗികളാണ് കർത്താവെ, മാനസിക പ്രയാസങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ട് കർത്താവെ. പ്രാണനെ ഞങ്ങളെ സ്നേഹിച്ചവൻ അവനോടുകൂടെ സകലതും നൽകി തരാതിരിക്കുമോ എന്ന് വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നവല്ലോ. പട്ടിണിക്കോ ബുദ്ധിമുട്ടിനോ രോഗത്തിനോ ഒന്നും ഈ ദൈവസ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിപ്പാൻ സാധ്യമല്ല എന്നും ഞങ്ങളെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ നിന്നൊക്കെയും ഞങ്ങൾ പൂർണ്ണമായി ജയിക്കുന്നുവെന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ജയാളികളാക്കി ഞങ്ങളെ നടത്തണം കർത്താവെ. നിന്റെ നന്മയുടെ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടാകണം കർത്താവെ. ഐശ്വര്യം ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകണമേ, സമാധാനവും സന്തോഷവും ഉണ്ടാകണമേ. ഞങ്ങളിലുള്ള ദൈവകൃപ കാണുന്നവർ ഞങ്ങൾക്കൊരു വ്യത്യാസം ദൈവം കൽപ്പിച്ചിരിക്കുന്നുവെന്ന് കാണുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലിങ്ക് ചെയ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇനി ലിങ്ക് ചെയ്യാനുള്ളവരെ വേഗത്തിൽ ഇവിടുന്ന് കൂട്ടിവരുത്തി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് ഈ രാത്രി കാലം ദൈവിക നന്മ അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധന്റെ നാമത്തിലൂടെ മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ദൈവവചന കേൾവി നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കാരണം ദൈവവചനത്തിന്റെ സത്യങ്ങളാണ് നമുക്ക് കൂടുതൽ വിശ്വാസ ജീവിതത്തിന് ഈട് നൽകി തരുന്നത്, ഉറപ്പ് നൽകി തരുന്നത്, ധൈര്യം നൽകി തരുന്നത്. കാരണം വളരെ കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു വിഷയമാണ് സ്നാനം എന്ന് പറയുന്നത്. അത് ശിശു സ്നാനം തൊട്ട് പല രീതിയിൽ മനുഷ്യന്റെ ഉള്ളിൽ തെറ്റിദ്ധാരണകളുള്ള ഒരു വിഷയമാണ്. എന്നാൽ ദൈവം അംഗീകരിച്ചിരിക്കുന്ന ശിശു സ്നാനമല്ല. വാസ്തവത്തിൽ ആ വാക്ക് ആമേൻ സ്തോത്രം ഉപയോഗിക്കുന്ന ജ്ഞാന സ്നാനം എന്നാണ്. ജ്ഞാന സ്നാനം എന്ന് പറഞ്ഞാൽ അറിവോട് കൂടിയ ഒരു സ്നാനമെന്നാണ്. എന്താണ് ചെയ്യുന്നതെന്ന് ആ ചെയ്യുന്ന വ്യക്തിക്ക് നല്ല ബോധ്യവും ആമേൻ വിശ്വാസവുമുള്ള ഒരു കാര്യമാണ് സ്നാനം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ആ സ്നാനം ദൈവം അംഗീകരിക്കുന്നത്. ശിശുവിനെ പിടിച്ച് ആമേൻ സ്തോത്രം 8-ാം നാളിൽ മുക്കുന്നത് കൊണ്ട് ആമേൻ പ്രത്യേകിച്ച് യാതൊരു സംഭവം നടക്കുന്നില്ല. കാരണം ദൈവം ചില കാര്യങ്ങൾക്ക് മീനിങ് ഇട്ടിട്ടുണ്ട്. ആ മീനിങ് നമ്മുടെ ജീവിതത്തിൽ മീനിങ് ഫുൾ ആയി മാറണമെങ്കിൽ ദൈവവചന വ്യവസ്ഥ പ്രകാരം തന്നെ ആ കാര്യം ചെയ്യുമ്പോഴാണ് ഇടയാകുന്നത്. നാം കഴിഞ്ഞ ക്ലാസ്സിലും സ്നാനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഈ വാക്യത്തിനകത്ത് ഒരു വാക്ക് വളരെ പ്രാധാന്യമുണ്ട് സ്നാനത്തോടുള്ള ബന്ധത്തിൽ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ അത് നിങ്ങളെയും രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം, അത് വലിയ ഒരു വിഷയം അത്രേ. ഹല്ലേലൂയ. ഈ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ വിശ്വാസി വിവിധ നിലകളിലാണ് ആത്മീക നന്മ അനുഭവിക്കുന്നത്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു, സ്നാനം എന്ന് പറയുന്നതിന്റെ ബേസിക് ആയ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മരണ, അടക്ക, പുനരുത്ഥാനത്തോടുള്ള ഏകീഭവനമാണ്. ആമേൻ അതിനോടുള്ള ഒരു ഐക്യതയാണ്, അതിനോടുള്ള ആമേൻ സ്തോത്രം ഒരു ചേർച്ചയാണ്. അതിൽ ഞാനും നിങ്ങളും കടന്നു പോവുകയാണ്. എന്തുകൊണ്ടാണ് കടന്നു പോകുന്നത്? പാപം ചെയ്തത് നമ്മളാണ്. പാപത്തിന്റെ ശിക്ഷയും ആ ശിക്ഷയാകുന്ന മരണവും അനുഭവിക്കേണ്ടത് നമ്മളാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ശിക്ഷ പുത്രന്റെ മേൽ ചുമത്തി അവനെ ക്രൂശ് മരണത്തിലേക്ക് കടത്തിവിട്ടപ്പോൾ ആ ക്രൂശ് മരണത്തിന് പങ്കാളികളാകുക. എങ്ങനെയാണ് പങ്കാളിയാകുക? ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകണം. യേശു മരിച്ചത് യേശുവിന് വേണ്ടിയല്ല, എന്റെ പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണം അവൻ വഹിച്ചുകൊണ്ട് നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്റെ ജീവനെ ദൈവത്തിന്റെ മുമ്പാകെ അർപ്പിച്ചപ്പോൾ ഓൺ ബിഹാഫ് ഓഫ് മീ, എനിക്ക് വേണ്ടി അവന്റെ ജീവൻ മറുവിലയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ സ്തോത്രം. ഒന്നാമത് സ്നാനത്തിലൂടെ പാപസംബന്ധമായി മരിച്ചവൻ തുടർ ജീവിതം ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഇടയാകുന്നു. നമ്മൾ കണ്ടു, മരിച്ച വ്യക്തി പാപത്തിൽ നിന്ന് അവൻ ആരായി മാറി? സ്വതന്ത്രനായി മാറി.
അപ്പോസ്തല പ്രവൃത്തിയിലെ വാക്യവും നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലാണ് തോന്നുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. 2 വാക്യങ്ങൾ കൺഫ്യൂഷൻ വരുത്തുന്നതാണ്. പാപമോചനത്തിന് വേണ്ടി സ്നാനപ്പെടുക. ആ വാക്യം ഒന്ന് വായിക്കുക. ഹല്ലേലൂയ. അതോടൊന്ന് വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ആ 2 വാക്യങ്ങൾ പലർക്കും ബുദ്ധിമുട്ട് വരുത്തുന്ന വാക്യങ്ങളാണ്. എന്നാൽ ബുദ്ധിമുട്ട് വരുത്താനല്ല, അത് ശരിയായി മനസ്സിലാക്കുക അത്രേ വേണ്ടത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 37-38 വാക്യങ്ങൾ. Acts of the Apostles, chapter 2, 37 and 38. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ വാക്യം വായിക്കുമ്പോൾ ഒരു പ്രയാസം അവിടെ വരുന്നത്, പാപത്തിന്റെ മോചനത്തിനായി സ്നാനമേൽപ്പീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു, പാപം മോചിക്കുന്നത് സ്നാനമല്ല. സ്നാനത്തിലൂടെ പാപം മോചിക്കുന്നില്ല. പാപം മോചിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ്. എന്നാൽ ഇവിടുത്തെ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്, പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ഈ വ്യക്തി വിടുവിക്കപ്പെടുകയാണ് സ്നാനത്തിലൂടെ. എങ്ങനെ? പാപം ചെയ്ത വ്യക്തി മരിക്കണം. മരണം അവനെ പാപത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സ്വതന്ത്രനാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീപ്പായിട്ട് ചിന്തിച്ചതായതുകൊണ്ട് അവിടേക്ക് ഞാൻ പോകുന്നില്ല. പാപം ചെയ്ത വ്യക്തി മരിക്കുമ്പോൾ അവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നു. അങ്ങനെയെങ്കിൽ സ്നാനത്തിലൂടെ ഒരു മരണമാണ് നമുക്ക് സംഭവിക്കുന്നത്. ആ മരണം നമുക്ക് സംഭവിക്കുമ്പോൾ വാസ്തവത്തിൽ സ്തോത്രം, പാപത്തിന്റെ സ്വാധീനം, നമ്മൾ ചിന്തിച്ചത് കൊണ്ട് പോകുന്നില്ല. പാപത്തിന് നമ്മുടെ മേൽ ഇനി കർത്തൃത്വമില്ല. കാരണം ആ കർത്തൃത്വം, ആ അടിമത്തത്തിൽ നിന്ന് പാപസംബന്ധമായി മരിച്ച സ്നാനത്തിൽ നമ്മെ അടക്കിയപ്പോൾ ആ പഴയ ബന്ധനത്തിൽ നിന്ന്, ആ പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും ദൈവം പുറത്തു കൊണ്ടുവന്നു. പാപം മോചിക്കപ്പെടേണ്ടതിനല്ല, പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട. എന്തുകൊണ്ട്? ഇനി ജീവിക്കാൻ പോകുന്നത് ആ പഴയ പാപബന്ധനത്തിലല്ല. അവൻ പുതിയ എന്ന് പറഞ്ഞാൽ ഒരു പുതുക്കം വന്ന ഒരു വ്യക്തിയായിട്ടാണ് സ്നാനപ്പെട്ടവൻ ഇനി എഴുന്നേറ്റ് വരാൻ പോകുന്നത്. അവന്റെ പഴയ മനുഷ്യന് മരണം സംഭവിച്ചു. ആ മരണത്തോടുകൂടി അതുവരെ അവന്റെ മേലുണ്ടായിരുന്ന പാപത്തിന്റെ ഇൻഫ്ലുവൻസ്, പാപത്തിന്റെ ആ ഡൊമിനിയൻ സ്നാനത്തിലൂടെ തകർക്കപ്പെടുകയത്രേ ചെയ്യുന്നത്. അതാണ് ദൈവം ഈ വചനത്തിന് വലിയ ആഴം കൽപ്പിച്ചിട്ടുണ്ട്. ഞാനിത് വായിക്കും തോറും എന്റെ ഉള്ളത്തിൽ ഒരുപാട് ദൈവത്തിൽ സന്തോഷിക്കാനിടയായി. കാരണം മനുഷ്യര് ചിന്തിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ഇറങ്ങി പൊക്കിഞ്ഞെടുത്തു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുക്കി കഴിഞ്ഞു. ദൈവം ഇതിന് വളരെ ഡീപ്പ് മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു വ്യക്തി പാപത്തിൽ മരിച്ചവനെ അടക്കി, ഇനി ഹീസ് നോ മോർ. ആ പാപമുള്ള പഴയ മനുഷ്യൻ കഴിഞ്ഞു. ഇനി അവൻ എഴുന്നേറ്റ് വരുന്നത് എങ്ങനെയാണ്? അവന്റെ സ്വന്തം ശക്തിയിൽ അവൻ എഴുന്നേക്കാൻ കഴിയില്ല. അവനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന്, സ്പിരിച്വലി ഞാൻ പറയുകയാണ്, അവനെ എഴുന്നേൽപ്പിക്കുന്നത് എന്താണ്? പുനരുദ്ധാനത്തിന്റെ ശക്തി. മരിച്ച ഒരു വ്യക്തിക്ക് ഒരു റിസറക്ഷൻ പവർ അവനിലേക്ക് വരുമ്പോഴാണ് അവന് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ സ്നാനത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇമ്മീഡിയറ്റ്ലി നടക്കുന്നുണ്ട് സ്പിരിച്വലി. കാരണം പാപസംബന്ധമായി മരിച്ച വ്യക്തിയെ മരിച്ചവനെ അടക്കിയവനെ വെള്ളത്തിലെങ്ങിടുകയല്ല. അവൻ എഴുന്നേറ്റ് വരുന്നത് സ്തോത്രം മറ്റൊരനുഭവത്തിലേക്കാണ്. എങ്ങനെ? പാപത്തിന്റെ ഡൊമിനിയൻ തകർക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു പുതിയ മനുഷ്യനായിട്ടാണ് അവൻ എഴുന്നേറ്റ് വരുന്നത്. അതുകൊണ്ടാണ് സ്നാനപ്പെട്ട ഒരുപാട് വ്യക്തികൾക്ക് അവരുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകുന്നുണ്ട്. അതുവരെയുള്ള അവരുടെ ചിന്താ രീതികൾ തന്നെ മാറിപ്പോകുന്നുണ്ട്. വലിയ വ്യത്യാസം. ദൈവമക്കളെ, ഈ സത്യം നാം മനസ്സിലാക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, ചിലരുടെ ജീവിതത്തിൽ പാപത്തിന്റെ കെട്ടുനിരാത്രി പൊട്ടും. കാരണം വൺസ് യു നോ ദ ട്രൂത്ത്, ദൈവവചനം പറയുന്ന സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി തീർക്കും. എന്തെങ്കിലും പാപത്തിന്റെ ഡോമിനിയൻ ആരുടെയെങ്കിലും മേൽ വാഴുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിലൂടെ ഇന്നലകളിൽ എടുത്ത സ്നാനത്തിന്റെ മർമ്മം ഇതാണെന്ന് ഒരു വ്യക്തി വിശ്വസിച്ച് ഹൃദയത്തിൽ അത് കൈക്കൊള്ളുമ്പോൾ യു വിൽ ഫീൽ ദ ലിബർട്ടി. ആ സ്വാതന്ത്ര്യം ദൈവം നമ്മുടെ ഉള്ളിൽ തരാൻ ഇടയായിത്തീരും. കാരണം തിരുവെഴുത്ത് പറയുന്നു, പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ സാധ്യമല്ല. അത് സ്നാനപ്പെട്ട ഒരു ഇത് പഠിക്കേണ്ടത് റോമാലേഖനം 6-ാം അധ്യായത്തിലാണ് ഈ സ്നാനം തുടങ്ങുന്നതെങ്കിൽ ആ അധ്യായത്തിൽ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് വലിയ മർമ്മം പറയുന്നത്. അവിടേക്ക് നമുക്കൊന്ന് വരാം. ഹല്ലേലൂയ. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 6.
അതിന്റെ 11-ാം വാക്യം വായിച്ച്. ആവണ്ണം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ദൈവം ആ പാറ്റേണിനെ തന്നെ മാറ്റി. നിങ്ങൾ പാപസംബന്ധമായി മരിക്കേണ്ടയിടത്ത് യേശു മരിച്ചപ്പോൾ ഇൻസ്റ്റഡ് ഓഫ് അസ് യേശു മരിച്ചു. എന്നാൽ ആ സ്നാനത്തിലൂടെ നാം അവനുമായിട്ട് അങ്ങ് ചേർക്കപ്പെട്ടു. ആ മരണത്തിൽ റീയൂണിയൻ, ഒരു രീതിയിൽ യൂണിയൻ വിത്ത് ജീസസ്. അപ്പോൾ മരണത്തിന് നാം മരിക്കേണ്ട ഇടത്ത് ഹീ ടുക്ക് ആ ഒരു റാത്ത് അല്ലെങ്കിൽ ആ ഒരു പണിഷ്മെന്റ് യേശു ഏറ്റെടുത്തത് കൊണ്ട് സ്തോത്രം. എന്നാൽ സ്പിരിച്വലി ചിന്തിച്ചു കഴിഞ്ഞാൽ മരിച്ച വ്യക്തി അടക്കണം, അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് അവനെ മുക്കുന്നത്. എന്നാൽ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഇനി ജീവിക്കുന്നതോ പാപത്തിനായിട്ടല്ല, നമുക്ക് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്നവർ ഇനി ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. അങ്ങനെയുണ്ടെങ്കിൽ സ്നാനപ്പെട്ട വ്യക്തി അവന് വേണ്ടി അല്ല ഇനി ജീവിക്കുന്നത്, അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. അതാണ് യു ആർ സെപ്പറേറ്റഡ് ഫോർ ഗോഡ്. ഗോഡ് ഹാസ് കോൺസെക്രേറ്റഡ് അസ്. അവൻ നമ്മെ അവന് വേണ്ടി വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ സ്നാനപ്പെട്ട ഓരോ വ്യക്തിയോടും പറയട്ടെ, നാം അവന് വേണ്ടി ജീവിക്കേണ്ടതിന് സ്തോത്രം പാപസംബന്ധമായി മരിച്ച് ഇനി നാം നടക്കുന്നത് പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ നമ്മൾ എവിടേക്ക് പോവുകയാണ്. 14-ാം വാക്യം വായിച്ചോട്ട്. 6:14. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയുണ്ടോ. ഇനി നിങ്ങളിൽ പാപത്തിന് ഡൊമിനിയൻ ഇല്ല. ഇത് നമ്മൾ പഠിക്കേണ്ടത് ദൈവവചനപ്രകാരം ഒരു മരണം അവിടെ നടന്നു കഴിഞ്ഞു. മരിച്ചവൻ സ്വതന്ത്രനായി. എനിക്ക് എത്ര പറഞ്ഞാലും അതങ്ങോട്ട് സ്തോത്രം വീണ്ടും വീണ്ടും പറയണമെന്ന് തോന്നുകയാണ്. 6-ാം അധ്യായത്തിന്റെ തന്നെ സ്തോത്രം 6-7 വായിച്ചോട്ട്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം, ശ്രദ്ധിച്ച് കേൾക്കണം ആ വാക്യം, പാപത്തിന് ഇനി അടിമപ്പെടാതെ വണ്ണം. സ്നാനപ്പെട്ട ഒരു വ്യക്തിയുടെ പാപത്തിന് ഇനി അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അവനോടുകൂടെ നമ്മുടെ ഓൾഡ് സെൽഫ് ക്രൂശിക്കപ്പെട്ടു. ആ പാപസംബന്ധമായ ക്രൂശീകരണം നടന്നു. എന്തുകൊണ്ട് അത് ദൈവം അത് ചെയ്തു? ഇനി പാപത്തിന് ഞാനും നിങ്ങളും അടിമപ്പെടാതിരിക്കേണ്ടതിന്. അപ്പോൾ സ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ച ഡെലിവറൻസ് ഒന്ന് നോക്കുക. പാപത്തിന് ഇനി നമ്മുടെ മേൽ ഒരു അധികാരത്തോടെ പ്രവർത്തിക്കാൻ കഴിയാത്ത. കാരണം പഴയ നിയമവും പുതിയ നിയമം തമ്മിലുള്ള വലിയ വ്യത്യാസം ഇത്. മൃഗത്തിന്റെ രക്തത്തിന് പാപം നീക്കിക്കളയാൻ കഴിയത്തില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ നിഷ്കളങ്ക രക്തം നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടപ്പോൾ, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ, നമ്മുടെ പാപസംബന്ധമായി നമുക്ക് വേണ്ടി ഒരു മരണം നടന്നിരിക്കുകയാൽ ഇനി പാപത്തിന് നമ്മെ അടിമപ്പെടുത്താൻ സാധ്യമല്ല. സ്തോത്രം. നിങ്ങളുടെ പാപമുള്ള പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. എന്നിട്ട് അടുത്ത വാക്യം 7-ാം വാക്യം. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ലിറ്ററലി നമുക്ക് എന്ത് സംഭവിച്ചു? സ്പിരിച്വലി ഡെഡ് വിത്ത് ക്രൈസ്റ്റ്. അവനോടുകൂടെ നാം മരിച്ചു. മരിച്ചവനെ അടക്കി. ഇനി എഴുന്നേറ്റ് വരുന്നത് നമുക്കറിയാം. മരിച്ചവൻ എഴുന്നേറ്റ് വരണമെങ്കിൽ ആ മരിച്ചവന്റെ സ്വന്തം കഴിവിൽ എഴുന്നേറ്റ് വരാൻ പറ്റുമോ? ജീവനുള്ള ഒരുവനാണ് അവിടെ കിടക്കുന്നതെങ്കിൽ അവന്റെ സെൽഫായിട്ടുള്ളവന്റെ ആ ജീവൻ കൊണ്ട് അവനെ എഴുന്നേറ്റ് വരാം. ലൈക്ക് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആരുടെയും ശക്തി കൊണ്ടല്ല എഴുന്നേക്കുന്നത്, നമ്മിലുള്ള ആ ലൈഫിന്റെ പ്രത്യേകത കൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത്. എന്നാൽ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക് എഴുന്നേറ്റ് വരണമെന്നുണ്ടെങ്കിൽ അവന് റിസറക്ഷൻ പവർ ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ ഈ വാക്യത്തെ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. നാം ഇനി ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. 4-ാം വാക്യം 6:4. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുടിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും അവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ജീവിച്ചെഴുന്നേറ്റ്. അപ്പോൾ മരിച്ചവന് എഴുന്നേൽക്കേണ്ടതിന്, എഴുന്നേക്കാൻ ദൈവം തന്നത് എന്താണ്? ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്. ക്രിസ്തുവിനെ ഉയർപ്പിച്ചത് പുനരുത്ഥാന ശക്തിയാണ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ടു ലിവ് എ റൈച്ചസ് ലൈഫ്,
ഇന്നലകളിൽ സ്നാനത്തിന് മുമ്പ് ജീവിച്ചത് പാപസംബന്ധമായ ഒരു വഴിയായിരുന്നുവെങ്കിൽ ഇനി കർത്താവ് നമ്മെ എഴുന്നേൽപ്പിക്കുന്നത് എന്തിനാണ്? ഒരു റൈച്ചസ് ലൈഫ് വിത്ത് ജീസസ്. യേശുവിനോടുകൂടെ ഒരു നീതിയും വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാൻ അവൻ നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന എന്താണ്? ഒരു പുതിയ ജീവനെയാണ്. അവൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഇന്നലകളിലെ പഴയ സംഭവങ്ങളെല്ലാം ഒരു രീതിയിൽ സ്നാനക്കുളത്തിൽ അവനെല്ലാം കുഴിച്ചിടുകയാണ്. അതിനകത്ത് പാരമ്പര്യ സംബന്ധമായതും അതിനകത്ത് ഇന്നലകളിലുള്ള എല്ലാ ആമേൻ സ്തോത്രം അനുഭവങ്ങളും കുഴിച്ചിട്ടിട്ട് എഴുന്നേറ്റ് വരേണ്ടത് പഴയ മനുഷ്യനല്ല. വിത്ത് എ ന്യൂ നേച്ചർ, എ ഗോഡ്ലി നേച്ചർ. ഇതാണ് ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ. സ്നാനം എന്ന വാക്കിലൂടെ അവൻ ആത്മാർത്ഥമായിട്ട് ഈ വചനം പഠിച്ചാണ് ഒരു വ്യക്തി സ്നാനപ്പെടുന്നതെങ്കിൽ അവനൊരു കാഴ്ചപ്പാടുണ്ടാകും. ഞാൻ മരിച്ചു, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിച്ചുകൊണ്ട് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്റെ മേൽ നൽകി തന്ന് എന്നെ ജീവന്റെ പുതുക്കത്തിൽ നടത്തേണ്ടതിന്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഈ റോമാലേഖനം എഴുതിയ അപ്പോസ്തലനായ പൗലോസ് തന്റെ ലൈഫിലൂടെ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സ്തോത്രം ഇതിന്റെ മർമ്മം കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതറിയാൻ നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 9 മുതൽ 11 വരെ ഒന്ന് വായിച്ചോട്ട്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3, 9-11. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ അവിടം തൊട്ടുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം. അവനിൽ ഇരിക്കേണ്ടതിനും അവിടം തൊട്ട് തുടങ്ങുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അതെ, അവന്റെ ആദ്യം ചെയ്യുന്ന നോക്കുക. പൗലോസ് പറയാ തന്റെ ലൈഫിൽ അവന്റെ മരണത്തോട് ഞാൻ എന്ത് ചെയ്തിട്ട്? അനുരൂപപ്പെട്ടിട്ട്. മീനിങ് വാട്ട്? ബൈ ടേക്കിംഗ് ദ വാട്ടർ ബാപ്റ്റിസം. ജലത്തിൽ അവനെ ഞാൻ സാക്ഷീകരിച്ചപ്പോൾ ഞാൻ അവന്റെ മരണത്തോട് എന്ത് ചെയ്യുകയാണ്? അനുരൂപപ്പെടുന്നു. നമ്മളെ റോമാലേഖനം 6:3 എന്താ വായിച്ചത്? ആരെങ്കിലും അതുകൂടെ നിർത്താട്ടെ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ 5-ാം വാക്യം വായിക്കാം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സാദൃശ്യത്തോട് മരണത്തോട് നമുക്ക് ചേർച്ച ഉണ്ടാകുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു മരണത്തോട് ഞാൻ അനുരൂപപ്പെട്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാട്ടർ ബാപ്റ്റിസത്തെയാണ് ഇവിടെ പറയുന്നത്. അവന്റെ മരണത്തോട് ഞാൻ അനുരൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയാണ് അവൻ മരിച്ചതെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എന്നിട്ട് താഴോട്ട് വായിക്കുക. അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും. അവിടെ ഒന്ന് നിർത്തണം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അടുത്ത് പറയുന്നു അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ച്, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായും അനുഭവിച്ചറിയേണ്ടതിനും. പൗലോസ് പറയുകയാണ്, ഒന്ന്, ഞാൻ അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടു. എങ്ങനെ? ബൈ ടേക്കിംഗ് ദ വാട്ടർ ബാപ്റ്റിസം. രണ്ടാമത് പറയുന്നു അവന്റെ അപ്പൊ ആർക്കാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി കിട്ടുന്നത്? പുനരുത്ഥാനത്തിന്റെ ശക്തി മരിച്ചവനാണ് വേണ്ടത്. മരണത്തോട് അനുരൂപപ്പെട്ടവൻ മരിച്ചു. ഇനി അവനെ എഴുന്നേൽപ്പിക്കുന്നത് എന്താണ്? പുനരുത്ഥാനത്തിന്റെ ശക്തി, ദ റിസറക്ഷൻ പവർ. ഈ റിസറക്ഷൻ പവർ ആണ് അവനെ കർത്താവിൽ പുതിയ സൃഷ്ടിയാക്കി നടത്തുന്നത്. അവന്റെ പഴയ അനുഭവം മാറി അവനൊരു പുതിയ മനുഷ്യനായി എഴുന്നേറ്റ് വരുന്നതും ഒരു റൈച്ചസ് ലൈഫ് അവന് നയിക്കാനിടയാകുന്നതും ഈ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയാണ്, ഈ പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പരിശുദ്ധാത്മ ശക്തി ഹീസ് എൻജോയിങ് എവരി ഡേ. എന്നാൽ അതിന്റെ കണ്ടിന്യൂസ് വായിക്കുമ്പോൾ ഒരു കാര്യം കൂടെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ഇവിടെ എത്ര പുനരുത്ഥാനമുണ്ട്? ഇവിടെ ഇപ്പൊ ഈ വാക്യത്തിൽ എത്ര പുനരുത്ഥാനമുണ്ട്? ഒന്ന്, മരിച്ചവൻ ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ അവൻ എന്ത് സംഭവിച്ചു? സ്പിരിച്വലി ഹീസ് ബീൻ റിസറക്റ്റഡ്. ഈ റിസറക്റ്റഡ് ആയവൻ ഇവിടെ തന്നെ എന്ത് ചെയ്യുകയാണ്?
ദൈവം തന്ന ലൈഫ് ജീവിക്കുക. എന്നാൽ അറ്റ് ദ എൻഡ് ഹി ഹാസ് ഗോട്ട് അനദർ റിസറക്ഷൻ. റിയൽ റിസറക്ഷൻ നമ്മുടെ ശരീരത്തിന് ഇനി ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ ഓൾറെഡി എന്ത് നടന്നു കഴിഞ്ഞു? ഏത് റിസറക്ഷൻ നടന്നു കഴിഞ്ഞു? സ്പിരിച്വലി വി ആർ ഓൾറെഡി റിസറക്റ്റഡ്. നിങ്ങൾ എന്റെ കൂടെ ചിന്തിക്കണമേ. സ്പിരിച്വലി മരിച്ച വ്യക്തിക്ക് ദൈവം എന്ത് കൊടുത്തു? റിസറക്ഷൻ കൊടുത്തു, ടു ലിവ് ഇൻ ദിസ് എർത്ത്. എന്നാൽ വേറൊരു റിസറക്ഷൻ ഇനിയുണ്ട് വരാനുള്ളത്. അത് യേശുവിന്റെ മധ്യാകാശ വരവെങ്കിലാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ അതിനെ പ്രതീക്ഷിച്ചാണ് കാത്തിരിക്കുന്നത്. ഇനിയൊരു പുനരുദ്ധാനം. ഇതൊരു വലിയ മർമ്മമാണ് ദൈവത്തിന്റെ മക്കളെ. നിങ്ങൾ ഇന്ന് രാത്രികാലം ഈ വചനത്തെ പരിശുദ്ധാത്മാവിലൊന്ന് മനസ്സിലാക്കാമെങ്കിൽ ദിസ് ഈസ് സംതിങ് റിമാർക്കബിൾ. നമ്മുടെ ചിന്താഗതികളെ തന്നെ മാറ്റിമറിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവന്റെ മരണത്തോട് ഞാൻ അനുരൂപപ്പെട്ടിട്ട്, ആമേൻ, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവനെ മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കാമെന്നോർത്ത് സകലതും ഛേദമെന്നും ചപ്പെന്നും ചവറെന്നും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്പിരിച്വലി നാം ഓൾറെഡി റിസറക്റ്റഡ് ആയി. ബട്ട് റിസറക്ഷൻ പൂർണ്ണമായില്ല. റിസറക്ഷൻ എപ്പോഴാണ് പൂർണ്ണമാകുന്നത്? നമ്മുടെ ബോഡിക്ക് റിഡംഷൻ കിട്ടുമ്പോഴാണ് റിസറക്ഷൻ പൂർണ്ണമാകുന്നത്. എന്നാൽ ഇന്ന് നാം ഓൾറെഡി സ്പിരിച്വലി റിസറക്റ്റഡാ. ഞാനിത് പ്രൂവ് ചെയ്യാൻ പോവാ. നമ്മൾ റിസറക്റ്റഡ് ആണോ എന്ന് നമുക്ക് കൺവിൻസ് ചെയ്യണ്ടേ? ജോസഫ് പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് ആരും അത് വിശ്വസിക്കണ്ട. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിലൂടെ പറയുന്ന സ്പിരിച്വലി വി ആർ ഓൾറെഡി റിസറക്റ്റഡ്. കാരണം വി ആർ ഓൾറെഡി പ്ലേസ്ഡ് ഇൻ ഹെവൻ. നമ്മൾ ഈ ഒരു സത്യം മനസ്സിലാക്കുക. സ്നാനം ഒരു മിഥ്യയല്ല. ദൈവം അതിന് വലിയ ഡെപ്താണ് വെച്ചിരിക്കുന്നത്. സ്നാനത്തിലൂടെ ഒരു വ്യക്തിക്ക് പാപസംബന്ധമായ മരണം നടന്ന് ഇമ്മീഡിയറ്റ്ലി ദൈവം അവന്റെ സ്പിരിറ്റിനെ പ്ലേസ് ചെയ്തത് ഹയർ റിലമിലാണ്. ആമേൻ. നമുക്ക് അങ്ങോട്ട് കടന്നു പോകാം. ജഡീയ അനുഭവങ്ങളും ചിന്തകളും കുറഞ്ഞ് ആത്മീക അനുഭവത്തിലേക്കും ആത്മ സ്വഭാവത്തിലേക്കും ദൈവം അവനെ രൂപാന്തരപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ആത്മീകമായി നാം ഓൾറെഡി ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ പുനരുത്ഥാനം ചെയ്തുവെന്നും നമ്മെ ഉയർപ്പിച്ച സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ വാക്യം എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. ഞാൻ ഭൂമിയിലാണ് ഇപ്പോഴും. പക്ഷെ വചനം പറയുന്ന എന്നെ ദൈവം സ്വർഗത്തിൽ ഇരുത്തി. അതിന്റെ മർമ്മം നിങ്ങൾ മനസ്സിലാക്കുക. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 1. ഈ വാക്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചോണം. വളരെ കണ്ണായ വാക്യങ്ങളാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവർ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന വാക്യത്തെ യു ആർ ബീൻ റിസറക്റ്റഡ്. അതിക്രമത്തിലും പാപത്തിലും മരിച്ച നിങ്ങളെ കർത്താവ് എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ 2:6-7 ഒന്ന് വായിച്ചാൽ. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. എവിടാ നമ്മള്? സ്പിരിച്വലി വേർ വി ആർ നൗ. ഈ വചനം പലർക്കും മനസ്സിലായിട്ടില്ല. നമ്മൾ വായിച്ചങ്ങ് വിടുകയാണ്. പാപസംബന്ധമായി മരിച്ച് ജീവന്റെ പുതുക്കത്തിൽ നാം ജഡത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ബൈ സ്പിരിച്വലി നമ്മെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. ഇനി അതിന്റെ കൺഫർമേഷൻ ഒരു വാക്യം കൂടെ വായിച്ചോട്ടെ. കൊളോസ്യ ലേഖനം ചാപ്റ്റർ 3 1 തൊട്ട് 3 വരെ വായിച്ച. കൊളോഷ്യൻസ് ചാപ്റ്റർ 3 1-3. ആകയാൽ നിങ്ങൾ ക്രിസ്തുവേശുവോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പേൻ. അതെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. പാപസംബന്ധമായി മരിച്ച നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആരോടുകൂടെ? യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് നിങ്ങളെ ഉയരത്തിൽ ഇരുത്തിയിരിക്കുമ്പോൾ ഇനി നിങ്ങളുടെ ചിന്ത ഏതിനെ കുറിച്ചാകരുത്? നശിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ ചിന്തകൾക്ക് അപ്പുറമായ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നാണ് പൗലോസ് പറയുന്നത്. കാരണം നാം താഴെ വസിക്കാനുള്ളവരല്ല,
താഴെ നമുക്ക് വസിക്കുവാൻ അല്പകാലത്തേക്കേ ഉള്ളൂ. നമ്മൾ പരദേശികളായി ഈ ലോകത്തിൽ അല്പകാലത്തേക്ക് ജീവിക്കുന്നു. എന്നാൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഉയരത്തിൽ ഇരുത്തിയിരിക്കുന്നത് കൊണ്ട് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏതിനെ കുറിച്ചാ? ഉയരത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കണം നിങ്ങളുടെ ചിന്ത. ഈ ലോകത്തിന്റെ ചിന്താകുലങ്ങളിൽ അകപ്പെട്ട് അത് നിങ്ങളെ പാപത്തിന് വീണ്ടും അടിമകളാക്കരുത്. കാരണം ഈ ലോകത്തിന്റെ ചിന്ത, അതുകൊണ്ടാണ് പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഇനി വാഴാൻ നിങ്ങൾ അനുവദിക്കരുതെന്നൊക്കെ പറഞ്ഞത്. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ഓൾറെഡി ഒരു മാറ്റം ദൈവം കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിത ശൈലിക്ക് ദൈവം ഒരു വ്യത്യാസം കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളെ ദൈവം വിശേഷത ഉള്ളവരായി എണ്ണിയിരിക്കുന്നു. നിങ്ങൾക്ക് മരണത്തിലൂടെ പാപത്തിന്റെ ഡൊമിനിയൻ ദൈവം തകർത്തുകൊണ്ട് സ്പിരിച്വലി നിങ്ങളെ റിസറക്റ്റ് ചെയ്ത് സ്വർഗത്തിൽ ഇരുത്തി. അതൊരു അഷ്വറൻസ് ആണ്. എന്ത്? നമുക്ക് നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ പങ്കാളിത്തമുണ്ടെന്നുള്ള ഒരു അഷ്വറൻസ് ആണത്. കർത്താവിന്റെ മധ്യാകാശ വരവിങ്കൽ വചനപ്രകാരം പറയട്ടെ, സ്നാനപ്പെടാൻ അവസരമുണ്ടായിട്ടും സ്നാനപ്പെടാത്ത ഒരൊറ്റ വ്യക്തിക്കും ആമേൻ പുനരുത്ഥാനത്തിന്റെ പങ്കാളിത്തം ഉണ്ടാവുകയില്ല. ദൈവവചനത്തിന്റെ ആധികാരികതയിൽ പറയാം, സ്നാനത്തിനുള്ള അവസരമുണ്ടായിട്ടും ആ സ്നാനത്തിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാതെ മറുതലിച്ച് നടക്കുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ കാഹളനാദത്തിങ്കൽ അവന്റെ പുനരുത്ഥാനത്തോട് താതാത്മ്യം പ്രാപിപ്പാൻ സാധ്യമല്ല. കാരണം നമുക്ക് ഒരു സ്റ്റേജ് ആണ് ഇപ്പം നടന്നിരിക്കുന്നത്. റിസറക്ഷന് 2 സ്റ്റേജ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് ആണ് സ്പിരിച്വലി. അത് ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു. ബൈ സ്പിരിച്വലി നമ്മെ ദൈവം റിസറക്റ്റ് ചെയ്ത് എവിടെ ഇരുത്തി? സ്വർഗം. ഇതൊക്കെ ഒന്ന് കാണണം. സ്പിരിച്വലി എന്നെ ദൈവം എവിടെയാ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയെന്ന. എന്തിനു വേണ്ടിയാ? നാം ഇനി അവന്റെ വരവിങ്കൽ വെളിപ്പെടണം. ആരെ പോലെ? അവനെ പോലെ നാം ആയിത്തീരണം. അവന്റെ തേജസ്സുള്ള ശരീരത്തിന് തുല്യമായ ഒരു ഗ്ലോറിഫൈഡ് ബോഡി നമുക്ക് ലഭിക്കുന്നത് വരെ, അപ്പോഴാണ് നമുക്ക് റിസറക്ഷന്റെ 2nd സ്റ്റേജിലേക്ക് പോകുന്നത്. ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നത് യേശുക്രിസ്തുവിന്റെ റിസറക്ഷനുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചത് എന്താണ്? സ്നാനം അവന്റെ പുനരുത്ഥാനത്താൽ നമ്മെ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. അവന്റെ പുനരുത്ഥാനം കൊണ്ട് ഡ്യുവൽ മീനിങ് ആണ്. ഒന്ന്, സ്പിരിച്വലി നമ്മെ ഓൾറെഡി റിസറക്റ്റ് ചെയ്തു. ഇനി അവന്റെ വരവെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു റിസറക്ഷൻ ഉണ്ടായി ഒരു ഗ്ലോറിഫൈഡ് അവസ്ഥയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതിന്റെ ഫുൾനെസ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ആത്മീക നിലയിൽ നാം ഇപ്പോൾ ഓൾറെഡി എവിടെയാണ്? ശരീരം കൊണ്ട് നമ്മൾ ഭൂമിയിലാണെങ്കിലും സ്പിരിച്വലി നാം എവിടെയാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കർത്താവായ യേശുക്രിസ്തു എവിടെ ഇരിക്കുന്ന പറഞ്ഞത്? എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഇപ്പൊ എവിടെ ഇരിക്കുന്നു? പിതാവിന്റെ വലത്ത് ഭാഗത്ത്, ഇല്ലേ? സ്റ്റീഫൻ ഒരു ദർശനം കണ്ടു, ഇല്ലേ? എന്താണ് സ്റ്റീഫൻ കണ്ട ദർശനം? സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നതല്ല കണ്ടത്. സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവായ ദൈവത്തിന്റെ മഹത്വവും അവന്റെ വലത്ത് ഭാഗത്ത് ആര് നിൽക്കുന്നു? യേശുക്രിസ്തു നിൽക്കുന്നു. എവിടെ? സ്വർഗത്തിൽ. അത് നമ്മൾ വചനത്തിലൂടെ വായിക്കുന്നുണ്ട്. നമ്മളോട് പറയുന്നു, നിങ്ങൾക്കൊരു ബലഹീനത കടന്നു വരുമ്പോ ധൈര്യത്തോടെ എങ്ങോട്ട് ചെല്ലാനാ പറയുന്നത്? ഗോ ടു ഹിസ് മേഴ്സി സീറ്റ്, അല്ലേ? അതെവിടാ? കൃപാസനം എവിടാ? ഭൂമിയിലാണോ മുകളിലാണോ? നമ്മൾ ചുമ്മാ വിശ്വസിച്ചാ പോരാ. ദൈവവചനം നമുക്ക് തരും. നമ്മളോട് പറയുന്ന ധൈര്യത്തോടെ നിങ്ങൾ എങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേ? അമ്പലത്തിലോട്ട് പോകാനാണോ പറഞ്ഞേ? പള്ളിയിലോട്ട് പോകാനാണോ പറഞ്ഞേ? പള്ളിയിൽ അച്ഛനെടുക്ക പോകാനാണോ പറഞ്ഞേ? കുർബാന ചെല്ലാനാണോ പറഞ്ഞേ? കുമ്പസാരിക്കാനാണോ പറഞ്ഞേ? ഗോ ടു ഹിസ് ത്രോൺ. അവന്റെ കൃപാസനത്തിങ്കിലേക്ക് ധൈര്യത്തോടെ ചെല്ലാനാ പറഞ്ഞത്. അതെവിടാ? ഉയരത്തിൽ. സ്പിരിച്വലി ദൈവം നമുക്ക് ആ ഒരു ആക്സസ് എന്ത് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ ഞാൻ ചങ്ക് കീറിയാ ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്ത് കഴിഞ്ഞു? ദ വേ ഈസ് ബീൻ ഓപ്പൺ. ഇനി നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഭൂമിയിലല്ല. ജീവിക്കുന്നത് ജഡത്തിൽ ഭൂമിയിലാണ്. കാര്യങ്ങൾ ചെയ്യുന്നത് ജഡത്തിൽ ഭൂമിയിലാണ്.
പക്ഷേ നമ്മൾ ഉയരവുമായിട്ടാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. കാരണം സ്പിരിച്വലി നമ്മൾ ഓൾറെഡി റിസറക്റ്റഡ് ആയി. നമ്മൾ ഇനി ഭൂമിയിലുള്ള വിചാരങ്ങളുമായിട്ട് കഴിയാതെ ഉയരത്തിലുള്ളതിനെ ചിന്തിച്ചുകൊണ്ട് ആ കൊലോസ്യ ലേഖനത്തിന് 3:1 രണ്ടാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ ആ രണ്ടുകൂടെ ഒന്ന് വായിച്ചോട്ടോ, അപ്പൊ മനസ്സിലാവും. 3:1 നമ്മൾ വായിച്ചുള്ളൂ, രണ്ടുകൂടെ വായിച്ചോട്ടോ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ. ഭൂമിയിലുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഉയരത്തിലുള്ളത്. അതിന്റെ കണ്ടിന്യൂസ് വാക്യം ഒന്ന് വായിച്ചോട്ടെ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അവനിൽ നിങ്ങൾ മറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം സ്പിരിച്വലി നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ധൈര്യത്തോടെ കൃപാസനത്തെങ്കിലേക്ക് ചെല്ലാൻ പറയുമ്പോൾ വി ആർ റീച്ചിങ് ഹെവൻ. നമ്മൾ റീച്ച് ചെയ്യുന്ന എവിടാണ്? ശരീരം കൊണ്ട് നമ്മൾ ഇവിടെയാ. സ്പിരിച്വലി നമ്മുടെ എവിടെ എത്തിക്കഴിഞ്ഞു? പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ഫ്ലൈറ്റ് വേണ്ട, അല്ലേ? ഒരു സഞ്ചാരത്തിന് ഇതെല്ലാം ആവശ്യമുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരമാകുന്ന തിരശീല കീറിയിട്ട് എ ന്യൂ വേ ഈസ് ബീൻ ഓപ്പൺ. എബ്രായ ലേഖനത്തിൽ എന്താ പറയുന്നേ? ക്രൂശിൽ അവൻ തന്റെ ശരീരമാകുന്ന തിരശീലയെ കീറിയിട്ട് കൃപാസനത്തെങ്കിലേക്ക്, ഭൂമിയിലുള്ള കൃപാസനമല്ല. കാരണം ഭൂമിയിലുള്ള കൃപാസനത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. വി ആർ നോട്ട് ജ്യൂസ്. യഹൂദന് മാത്രമേ അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? സ്വർഗീയ കൃപാസനത്തെങ്കിലേക്ക് മൽക്കിസദക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് എനിക്കും നിങ്ങൾക്കും ധൈര്യത്തോടെ ചെല്ലാൻ. വായിച്ച് ആ വാക്യം, ഹീബ്രൂസ് 10-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 10, 19 onwards. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ള. ഈ വിശുദ്ധ മന്ദിരം ഭൂമിയിലുള്ളതല്ല. ഭൂമിയിലുള്ള വിശുദ്ധ മന്ദിരം ആർക്ക് കൊടുത്തതാ? ഇസ്രായേലിന് കൊടുത്തതാ. അഹ്റോന്യ പൗരോഹിത്യത്തിന് കൊടുത്തതാ. ആ പാറ്റേൺ മാറ്റിയിട്ട് ഈ വിശുദ്ധ മന്ദിരം ഏതാണ്? സ്വർഗമാണ്, കൈപ്പണിയല്ലാത്ത. ഒരുപാട് വാക്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. 9-ാം അധ്യായം 11, 12 വാക്യം ഒന്ന് വായിച്ചോട്ടെ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. നോക്കുക, എവിടേക്ക് പ്രവേശിച്ചു? വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, അല്ലേ? ഈ വിശുദ്ധ മന്ദിരം, ഭൂമിയിലുള്ള വിശുദ്ധ മന്ദിരത്തിൽ അവന് കിടക്കാൻ പറ്റത്തില്ല. കാരണം ഹീസ് നോട്ട് എ ലെവൈറ്റ്. അവൻ ഒരു ലേവ്യനല്ല. അവൻ യഹൂദ ക്രമത്തിലുള്ളവനാകെ കൊണ്ട് ലേവ്യ പുരോഹിതന് മാത്രമേ ഭൂമിയിലുള്ള വിശുദ്ധ മന്ദിരത്തിൽ കിടക്കാൻ പറ്റൂ. അവൻ കടന്നത് ഈ ഭൂമിയിൽ ഉൾപ്പെടാത്ത, കൈപ്പണിയല്ലാത്ത, വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിലൂടെ അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. ഇനി പ്രവേശിച്ചത് എവിടെയാണെന്ന് അതിന്റെ 24-ാം വാക്യം വായിച്ചോട്ടെ. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മനസ്സിലായി ഈ വാക്യം വായിച്ചപ്പോ? അവൻ പ്രവേശിച്ചത് ഭൂമിയിലുള്ള വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അങ്ങനെയെങ്കിൽ നാം ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് ധൈര്യത്തോടെ കൃപാസനത്തെങ്കിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ വി ആർ റീച്ചിങ് ഹെവൻ എന്നതിനർത്ഥം.
കൃപാസനത്തെങ്കിലേക്ക് ധൈര്യത്തോടെ ചെല്ലാൻ ഭൂമിയിലുള്ള ഒരു കൃപാസനത്തെങ്കിലല്ല നമ്മൾ ചെല്ലുന്നത്. സ്പിരിച്വലി ഈസ് ബീൻ ഓൾറെഡി പ്ലേസ്ഡ് ഇൻ ഹെവൻ. അപ്പൊ നമ്മൾ ധൈര്യത്തോടെ ചെല്ലുന്നത് സ്വർഗീയ കൃപാസനത്തെങ്കിലേക്കാണ്. ഇതൊക്കെ നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ബുദ്ധിയല്ലിത്. ദിസ് ഈസ് ദ റെവലേഷൻ. വി ആർ റീച്ചിങ് ഹെവൻ വിതൗട്ട് ഹെൽപ്പിംഗ് ഓഫ് എനിവൺ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആക്സസ് ആണത്. ക്രൂശ് മരണത്തിലൂടെ അവനോട് അനുരൂപപ്പെട്ട ഏവർക്കും, അതിനകത്ത് കാസ്റ്റ് ഇല്ല, ക്രീഡില്ല. ക്രൂശ് മരണത്തോട് അനുരൂപപ്പെട്ട പുനരുത്ഥാനം പ്രാപിച്ച സ്പിരിച്വലി റിസറക്റ്റഡ് ആയ ഏത് പ്രിയപ്പെട്ടവർക്കും ധൈര്യത്തോടെ ചെല്ലാൻ അവൻ വഴി തുറന്ന്, നമ്മൾ ഓടിച്ചെല്ലുന്നത് പള്ളിയിലോട്ടല്ല, നമ്മൾ ഓടിച്ചെല്ലുന്നത് ഏതെങ്കിലും ഒരു ആരാധനാലയത്തിലേക്കല്ല, ഹെവനിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ധൈര്യത്തോടെ കൃപാസനത്തെങ്കിലേക്ക് ചെല്ലുക, തത്സമയത്ത് കൃപയും കരുണയും പ്രാപിപ്പാൻ. ഇത്രയൊന്ന് മനസ്സിലാക്കി. സ്പിരിച്വലി നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞു? റിസറക്റ്റഡ് ആയി കഴിഞ്ഞു. നമ്മെ ദൈവം സ്വർഗത്തിൽ ഇരുത്തി. നമുക്ക് സ്വർഗീയ ഫെലോഷിപ്പാ ഉള്ളത്. അവൻ വെളിച്ചത്തിൽ വസിക്കുന്ന പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവനോട് ഫെലോഷിപ്പ് ഉണ്ട്. ആ ഫെലോഷിപ്പിലാണ് ദൈവം നമ്മെ നടത്തുന്നത്. ആത്മീക നിലയിൽ നാം സ്വർഗത്തിലാണ്, എന്നാൽ ശരീരം കൊണ്ട് ഇപ്പോഴും നമ്മൾ ഭൂമിയിലാണ്. ഇനി അത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്, സ്പിരിച്വലി റിസറക്റ്റഡ്. രണ്ടാമത്, സ്നാനത്തിലൂടെ യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായവർ, മരണത്തിന്റെ സാദൃശ്യത്തോട് പങ്കാളികളായവർ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അത് നമ്മുടെ റിസറക്ഷന്റെ സെക്കൻഡ് ലെവലാണ്. ഒന്നാമത്തെ ലെവൽ, സ്നാനത്തിലൂടെ നമുക്ക് കിട്ടിയ റിസറക്ഷൻ നമ്മുടെ സ്പിരിറ്റിനെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു? സ്വർഗത്തിൽ എത്തിച്ചെങ്കിൽ, രണ്ടാമത്തെ റിസറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ കൂടെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നമ്മുടെ ബോഡിയെ കൂടെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാ? സ്വർഗത്തിൽ എത്തിക്കുന്നതാ. ആമേൻ, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമുക്ക് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് സ്പിരിച്വൽ റിസറക്ഷൻ ആണെങ്കിൽ, ഇനി ലഭിക്കാനിരിക്കുന്നത് ഇതാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ? എല്ലാരും വിചാരിക്കുന്ന കാഹളം ധ്വനിക്കും, ഞാൻ പൊങ്ങും, കല്ലറയുടെ മേളിൽ വിശ്വാസം കാത്തു ഓട്ടം തികച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങിപ്പോകുന്ന അവിടെ കിടക്കും. പാലിക്കേണ്ട നിയമം പാലിക്കാതെ ഒരൊറ്റ വ്യക്തിക്കും റിസറക്ഷൻ ലഭിക്കില്ല. ദൈവത്തിന്റെ വചനം ആധികാരികമാണ്. യേശു ക്രൂശിൽ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവന്റെ നിഷ്കളങ്ക രക്തത്തിന് ദൈവം വില മതിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ മരണത്തോട് താതാത്മ്യം പ്രാപിക്കാൻ ദൈവം തന്നിരിക്കുന്ന വ്യവസ്ഥയാകുന്ന സ്നാനത്തിലൂടെ പാപസംബന്ധമായി മരിച്ച് ഇന്ന് സ്പിരിച്വലി റിസറക്റ്റഡ് ആയ വ്യക്തികൾ മാത്രമേ കാഹള ശബ്ദം കേൾക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ഫുൾനെസ് ആകുന്ന നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ പങ്കാളിത്തം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, അവന്റെ വീണ്ടും നമുക്ക് വരാം, 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ട്. ഇച്ചിരി ടഫാണ് എന്ന്, പക്ഷെ ഈ വിഷയം അതുപോലെ ടഫായിട്ട് നമുക്ക് മനസ്സിലാക്കിയേ പറ്റൂ. അതിന്റെ 5-ാം വാക്യം. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ, ഏകീഭവിച്ചവരായെങ്കിൽ, അതൊരു ചോദ്യമാണ്. അതിനകത്തൊരു ചോദ്യമുണ്ട്, ഏകീഭവിച്ചവരാണോ? അവന്റെ മരണത്തോട് ഏകീഭവിച്ചവരാണെങ്കിൽ, ഒറ്റ വാക്യം പറഞ്ഞാൽ അതിന് തുല്യമായ സ്നാനത്തിലൂടെ പങ്കുചേർന്നവരാണെങ്കിൽ എന്ത് കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്? പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും. അതിനാ 2 ലെവൽ ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ലെവൽ സ്പിരിച്വൽ, സെക്കൻഡ് ലെവൽ ബോഡിലി. ആർക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രിവിലേജ്? എല്ലാരും കൊതിച്ചിരിക്കുക, കർത്താവ് വരും, ഞാൻ ഇപ്പൊ പോകുമെന്നും പറഞ്ഞാ നിൽക്കുന്നത്. എന്നാൽ സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾ പോകും. എല്ലാവരും പോകുമെന്ന് ആഗ്രഹിക്കാം. വ്യവസ്ഥ പാലിക്കപ്പെടാതെ
സ്വർഗത്തിലെ ദൈവം ഈ വിഷയത്തിൽ ഇന്ന് നമുക്ക് റിപ്പൻഡൻസിന് സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് കാര്യങ്ങളെ ക്രമീകരിക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാതെ അങ്ങ് പോകാമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ പോകാൻ പറ്റത്തില്ല. കാരണം പൊക്കിക്കൊണ്ട് പോകേണ്ടത് അവനാണ്. നമ്മൾ ഇവിടെ കിടന്ന് എത്ര ചാടിയാലും ആ റിസറക്ഷൻ പവർ നമ്മെ കൊണ്ടുപോയില്ല എങ്കിൽ അത് തീരുമാനിക്കുന്ന സ്വർഗമാണ്. നമ്മൾ മനസ്സിലാക്കുക, നാം എടുത്ത വിശ്വാസ സ്നാനം നാം ചിന്തിച്ചതിനും മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ആഴമുണ്ട്. ദൈവം അതിന് വലിയ മീനിങ് ഇട്ടിട്ടുണ്ട്. അതിന്റെ പൂർണ്ണത എന്നത് നമ്മുടെ ശരീരത്തിന്റെ പുനരുത്ഥാനമാണ്. നമ്മുടെ ശരീരം, അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് രോഗം എന്തുകൊണ്ട്? ശരീരത്തിൽ ബലഹീനതയുണ്ട്, ദൗർബല്യങ്ങളുണ്ട്, താഴ്ചയുള്ള ശരീരമാണ്. എന്നാൽ കർത്താവിന്റെ വരവെങ്കിൽ ഈ താഴ്ചയെല്ലാം ലോ പ്രൊഫൈൽ മാറി ഹൈ പ്രൊഫൈലായിട്ട് അങ്ങ് മാറും. ഇന്ന് നമുക്ക് ക്ലൈമറ്റിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ അത് XYZ ഭക്ഷണത്തിന്റെ പ്രശ്നം, അതും ഇതുമെല്ലാം നമ്മെ എന്ത് ചെയ്യുന്നുണ്ട്? പല കാര്യങ്ങളിൽ നമ്മെ വീക്ക് ആക്കുന്നുണ്ട്. സ്പിരിച്വലി വീക്ക് ആക്കുന്നത് നമ്മുടെ പെർമിഷനോട് കൂടിയാണ്, നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ കുഴപ്പമാണ്. എന്നാൽ മറ്റ് ശാരീരിക ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ആമേൻ, സ്തോത്രം. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിലാണ് സ്നാനപ്പെട്ടവന് ഇവൻ സ്നാനപ്പെട്ടവനാണോ എന്ന് അറിയാൻ പോകും. പലർക്കും ഇത് കർത്താവിന്റെ മധ്യാകാശ വരവിൽ വിശ്വസിക്കുന്നു, യേശു മരിച്ചവൻ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചവൻ ഈ കാര്യം ചെയ്തിരിക്കണം. അവൻ ചെയ്യുമ്പോൾ അവന് ഈ ബോധ്യം ഉണ്ടാകണം. ഇന്നലകളിൽ പലർക്കും, ഞാനടക്കം, എനിക്ക് പോലും ഇത്ര അറിയത്തില്ല, സത്യം പറയാം. സ്നാനപ്പെട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഈ വചനത്തിലൂടെ ഞാൻ അങ്ങോട്ട് സഞ്ചരിച്ചപ്പോഴാണ് എന്റെ തമ്പുരാനെ നീ എന്നൊക്കെ ഇതിനകത്ത് മറച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ്. ഇത് നമ്മെ ഇന്ന് രാത്രി ബോൾഡ് ആക്കണം. ഞാൻ എടുത്ത സ്നാനം ദൈവം തന്നിരിക്കുന്ന വലിയ വില എന്താണ്? എന്നെ ഏത് ലെവലിലേക്ക് ദൈവം ഉയർത്തിയിരിക്കുന്നത്? ദൈവമക്കളെ, പരിജ്ഞാനമാണ് നമ്മളെ ആമേൻ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാക്കുന്നത്. പണമല്ല, സമ്പത്തല്ല, പ്രതാപമല്ല. ദാറ്റ് ഈസ് ഓൾ സെക്കൻഡറി. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ, കാഴ്ചയാലല്ല ഞങ്ങൾ നടക്കുന്ന, വിശ്വാസത്താലാണ്. കാഴ്ചയാൽ കാണാൻ കഴിയാത്തത് വിശ്വാസത്താൽ കാണാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. അപ്പോൾ അതിന്റെ പൂർണ്ണത റോമാലേഖനം 8:23, റോമൻസ് 8:23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന്റെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആത്മാവിന്റെ വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്ന നാം ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഉള്ളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഒരു വിശ്വാസിക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രയാസം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ, കർത്താവേ വരണമേ എന്ന് വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇവിടുത്തെ കടഭാരം നോക്കിയിട്ടല്ല, ഈ രോഗത്തിന്റെ അവസ്ഥ നോക്കിയിട്ടല്ല. ഈ കടഭാരമുള്ള ചിലർ രാത്രി ഇരുന്നുകൊണ്ട് പറയും, കർത്താവേ വരണമേ. കാരണം കടക്കാരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊന്നും അല്ല കർത്താവേ വരണമേ എന്ന് പറയുന്നതിന്റെ അർത്ഥം. കർത്താവേ വരണമേ എന്ന് പറയുന്നത് എന്റെ പ്രത്യാശയാണ്. എന്നെ ഈ മർത്യ ശരീരത്തിൽ നിന്ന് നീ പുറത്തു കൊണ്ടുവന്ന് ഒരു സ്വർഗീയ ശരീരം എനിക്ക് തരുമെന്നുള്ള ഒരു വാഞ്ചയാണ് വിശുദ്ധന്റെ ഉള്ളിലുള്ളത്. ഈ ദുർബലമായ താഴ്ചയുള്ള ശരീരം ഒന്ന് മാറി എനിക്ക് ഒരു തേജസ്സുള്ള ശരീരം. എന്താ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്? 2 Corinthians chapter 5 verse 1, 5:1 വായിച്ചാട്ടെ. See his assurance. 2 Corinthians chapter 5 verse 1. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഉടുപ്പ് പോലെ ഞാനിതിനെ അങ്ങ് ഊരിക്കളഞ്ഞിച്ച് വേറൊന്ന് ധരിക്കും. ഒരു ഷർട്ട് അഴിച്ചു മാറ്റുന്നത് പോലെ മൺമയമായ ശരീരത്തിന് മാറ്റമുണ്ടായി ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം, വിച്ച് ഈസ് ഐഡന്റിക്കൽ ടു ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ ശരീരം എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലൊരു ശരീരം. ആമേൻ, സ്തോത്രം. യാതൊരു ലിമിറ്റേഷനും ഇല്ലാത്ത. കം ടു ദ ബുക്ക് ഓഫ് ജോൺ
1 John chapter 3 verse 2. 1 John chapter 3 verse 2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവന്റെ വരവെങ്കിൽ നാം അവനെ പോലെ ആയിത്തീരുമെന്ന്. അവനിപ്പോ ഏത് സ്റ്റേറ്റസിൽ ഇരിക്കുന്നുവോ, അവൻ ഗ്ലോറിഫൈഡ് ബോഡിയിൽ ഇരിക്കുന്നത് പോലെ അവന്റെ പ്രത്യക്ഷതയിൽ ഞാനും നിങ്ങളും അവനെ പോലെ സദൃശന്മാരായി തീരും. അപ്പൊ പത്രോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ ആ പ്രത്യാശയാണ് അവർ കാണിച്ചിരിക്കുന്നത്. സ്നാനപ്പെട്ട ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ, റിസറക്ഷന്റെ ആദ്യത്തെ ലെവൽ നമ്മളിൽ നടന്നു കഴിഞ്ഞു. അതിന് ദൈവം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മുടെ സ്പിരിറ്റിനെ സ്വർഗീയ റെലമൽ കൊണ്ടുവന്ന് എത്തിച്ചുവെങ്കിൽ, ഇനി രണ്ടാമത്തേത് ആ ഫുൾ റിസറക്ഷൻ ആകുന്ന ബോഡിക്കുള്ള റിസറക്ഷൻ, അത് കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ. 1 Thessalonians chapter 4 16 and 17. ഒന്ന് തെസലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-17. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അന്നേരമാണ് ഇതിന്റെ ഫുൾനെസ് നടക്കുന്നത്. ഇപ്പൊ ഒരു പാർഷ്യൽ എഫക്റ്റ് ആണ് റിസറക്ഷന്റെ. അത് നമ്മുടെ സ്പിരിറ്റിൽ നടന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ബോഡിയിൽ ആർക്കേ കിട്ടത്തുള്ളൂ? സ്പിരിറ്റിൽ നടന്നവർക്കേ കിട്ടത്തുള്ളൂ. അതാണ് അതിന്റെ മർമ്മം. ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം കൊണ്ട് അങ്ങ് കർത്താവിന്റെ വരവെങ്കിൽ അങ്ങ് പോവുകയല്ല. അതിന്റെ ആദ്യത്തെ സ്റ്റേജ് ലഭിച്ചവർക്ക് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകാൻ. ഇപ്പൊ എക്സാം എഴുതാൻ തന്നെ ഫസ്റ്റ് ലെവൽ മീറ്റ് ചെയ്തവർക്കല്ലേ സെക്കൻഡ് ലെവലിലേക്ക് പോകുന്നത്, അല്ലാതെ സെക്കൻഡ് ലെവലിലേക്ക് ഇങ്ങനെ നേരിട്ട് പോകാൻ പറ്റുന്നത്. സ്പിരിച്വലി ഇന്ന് റിസറക്ഷൻ ലഭിച്ചവർക്ക് അവരുടെ ബോഡിയിൽ കിട്ടുന്ന റിഡക്ഷൻ, ആ ഒരു റിസറക്ഷൻ, അതാണ് കർത്താവായ യേശുവിന്റെ മധ്യാകാശ വരവെങ്കിൽ മരിച്ചവരാണെങ്കിലും ജീവനോടിരിക്കുന്നവരാണെങ്കിലും അവർക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം അവിടെ ഉണ്ടാകാനിടയാകും. എല്ലാവരും ഈ ശബ്ദം കേൾക്കത്തില്ല. വിശ്വാസികൾ എന്ന് പറഞ്ഞ് ഈ വ്യവസ്ഥ പാലിക്കാതെ, ദൈവം ഇട്ടിരിക്കുന്ന മാനദണ്ഡം പാലിക്കാതെ കർത്താവിന്റെ കാഹളം കേൾക്കത്തില്ല. അതിനൊരു തെളിവുണ്ട്. ലാസറിനെ അടക്കിയിരുന്ന കല്ലറ, ചുറ്റിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ അവിടെ ഇവിടെയൊക്കെ അടക്കിയിട്ടുണ്ടായിരുന്നു. അവരാരും എഴുന്നേറ്റ് വന്നില്ല. ലാസർ മാത്രമേ എന്ത് കേട്ടുള്ളൂ? ആ ശബ്ദം കേട്ടുള്ളൂ. ഒരുപാട് പേര് യേശുവിനെ അടക്കിയതിന്റെ സമീപമൊക്കെ പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം, ആരാണോ അതിനു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റൂ. അവര് മാത്രമേ റിസറക്ട് ചെയ്യത്തുള്ളൂ. അവരുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വിശ്വാസ സ്നാനത്തിലൂടെ യേശുക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടവർ അവന്റെ പുനരുദ്ധാനത്തോടും ഏകീഭവിക്കും. എല്ലാവരും ശബ്ദം കേൾക്കുന്നില്ല. അവന്റെ മരണത്തിൽ പങ്കാളിത്തമുള്ള പാപസംബന്ധമായി മരിച്ച് ആത്മാവിൽ പുതുജീവൻ പ്രാപിച്ച് ജീവിക്കുന്നവരും ആ അനുഭവത്തിൽ മരിച്ചവരും മാത്രമേ അത് കേൾക്കുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 5:25 വായിച്ചോട്ടെ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു മരിക്കുന്നു. അവിടെ ശ്രദ്ധിക്കണം, കേൾക്കുന്നവർ. ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ എന്ന് പറഞ്ഞാൽ എല്ലാരും കേൾക്കുകയാണെന്ന്. കേൾക്കുന്നവർ മാത്രം എന്ത് ചെയ്യുന്നതാണ്? ദോസ് ഹു ആർ എലിജിബിൾ. അതിന്റെ എലിജിബിലിറ്റിയാണ് ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്നത്. അല്ലാതെ ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല ഇത്. ഒരു രാത്രി കൊണ്ടങ്ങ് സംഭവിക്കുന്നതല്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പദവിയുടെ ശ്രേഷ്ഠതയാണത്. ആ പദവിയിൻ പ്രകാരം കേൾക്കുന്നവർ ജീവിക്കും. അവർ ശരീരത്തിൽ ഉയർപ്പ് പ്രാപിക്കും.
അത് ജീവനോടിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ മരിച്ചവരും ജീവനോടിരിക്കുന്നവരും രണ്ടുപേരും കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ പോകും. മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേറ്റ് കല്ലറവിടത്തില്ല. അവരുയർക്കും, നമുക്ക് രൂപാന്തരം ഉണ്ടാകും. അവരുയർക്കുന്ന കൂട്ടത്തിൽ അവർക്കും രൂപാന്തരം ഉണ്ടാകും. അങ്ങനെ രൂപാന്തരപ്പെട്ടവരായി ഇരു കൂട്ടരും മധ്യാകാശത്തിൽ അവന്റെ അടുക്കലേക്ക് കയറിപ്പോകും. ഇതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർത്താവിന്റെ കാഹളം ആരേ കേൾക്കത്തുള്ളൂ? സ്നാനത്തിലൂടെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നവർക്കാണ് അവന്റെ ശബ്ദം കേൾക്കാൻ ഇടയാകുന്നത്. എന്തുകൊണ്ട്? അവരുടെ ആത്മാവ് ഓൾറെഡി റിസറക്ഷൻ ചെയ്ത് എവിടെ ഉണ്ട്? സ്വർഗത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇനി അവരുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. അത് യേശുവിന്റെ വരവെങ്കിൽ. നിങ്ങൾ ഇനി ഒന്ന് ചിന്തിക്കുക, ഈ സ്നാനം എന്ന് പറയുന്നത് വെറുതെ, അതുകൊണ്ടാ പത്രോസ് പറഞ്ഞത് ഇത് വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചേച്ച് കയറി വരുന്നതല്ല എന്ന്. അതല്ലേ പറഞ്ഞു, ജഡത്തിന്റെ അഴുക്ക് കളയാനല്ലേ കുളിക്കാൻ പോകുന്നത്. പത്രോസ് എന്താ വെളിപ്പെടുത്തുന്നത്? നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു കുളിയല്ലിത്. അല്ലെ പാസ്റ്റർ പിടിച്ച് പൊക്കിയെടുത്ത് ഇങ്ങ് കൊണ്ടിരുന്നതല്ല. ദൈവം ഇതിനൊരു ഡീപ്പർ ട്രൂത്ത് ഇട്ടിട്ടുണ്ട്. ഈ ട്രൂത്ത് പൗലോസാണ് ഇത് വെളിക്കൊണ്ടിരുന്നത്. അതാണ് പൗലോസിന് ദൈവം കൊടുത്ത റെവലേഷൻസ്. പലർക്കും മനസ്സിലാകാത്തത് ഇതിന്റെ ആത്മീക ആഴങ്ങൾ എന്തെന്ന് വിശുദ്ധ വിളിയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിന് കൊടുത്ത റെവലേഷൻസ് ആണിത്. കർത്തൃമേശയെ കുറിച്ച്, സ്നാനത്തെ കുറിച്ച്, കർത്താവിന്റെ വരവിനെ കുറിച്ച്. കാരണം അവൻ മൂന്നാം സ്വർഗം വരെ പോയവനാണ്. അവിടെ പലതും കാണുകയും കേൾക്കുകയും ചെയ്തവനാണ്. കണ്ടേച്ച് വന്നിട്ട് വീമ്പൊന്നും പറഞ്ഞിട്ടില്ല. അതാ എന്നെ വളരെ സന്തോഷിപ്പിച്ചത്. ഇന്ന് ഒന്നും കാണാതെ ഒത്തിരി വീമ്പടിക്കുന്നവരുണ്ട്. എന്നാൽ മൂന്നാം സ്വർഗത്തോളം പോയിട്ട് വന്നവൻ എന്താ പറഞ്ഞെന്നറിയാവോ? അവിടെ കണ്ടത് എനിക്ക് വിശദീകരിക്കാൻ കഴിയത്തില്ല, അവിടെ കേട്ടത് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ഇന്ന് ഏതെങ്കിലും ഒരു പ്രാവിന്റെ തുമ്പ് കണ്ടാൽ മതി പരിശുദ്ധാത്മാവ് ആളത്തമായി വന്നെന്ന് പറയും. ഞാൻ പറയുന്നത് വ്യത്യാസം നോക്കുക. ദൈവത്തിന്റെ ഭക്തന്മാർ ഉയരങ്ങളിൽ കടന്നുപോയി ദൈവത്തോട് ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ട് അവർ കണ്ട കാഴ്ചയും, നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് വായിച്ച് നമുക്ക് നിർത്താം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം. നമ്മൾ വഞ്ചിക്കപ്പെടരുത്. ലോകത്തിൽ ഇന്ന് പലത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ശ്രേഷ്ഠന്മാർ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചത് അതിന്റെ ഒരു ക്രെഡിറ്റും എടുക്കാതെ, അതിന്റെ ഒരു അഡ്വാൻറ്റേജും എടുക്കാതെ തങ്ങളെ തന്നെ അവർ താഴ്ത്താനിടയായി. 2 Corinthians chapter 12 അതിന്റെ 3-4. ആ മനുഷ്യൻ പരിദേശയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ഒരു വ്യക്തിയെ കുറിച്ച് പറയാ, ഇതാരും മറ്റാരുമല്ല, താൻ തന്നെയാണ്. താൻ തന്നെയാണ് ഈ അനുഭവസ്ഥൻ. പക്ഷെ താൻ അതിന്റെ ഒരു അഡ്വാൻറ്റേജും എടുക്കുന്നില്ല. ഇന്നത്തെ പുള്ളികളാണെങ്കിലോ, ഞാനങ്ങ് പോയി, എന്തൊരു കഷ്ടപ്പാടായിരുന്നു എനിക്ക് പോവാൻ, എന്നെ മേളിലോട്ട് കയറ്റി വിടുന്നില്ലായിരുന്നു, അവിടെ ഭയങ്കര യുദ്ധം വരെ നടന്ന് എന്നെ കയറ്റി വിടാൻ. നിങ്ങൾക്ക് വല്ലതും അറിയാം ഇത്? പൗലോസ് എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ അവൻ എങ്ങനെയാ പോയെന്ന് ശരീരത്തോടു കൂടി അല്ലാതോ എന്നൊന്നും അറിയുന്നില്ല. അവൻ കേട്ടു, അവൻ കണ്ടു, ഉച്ചരിച്ചുകൂടാൻ കഴിയാത്തത്, വിശദീകരിക്കാൻ കഴിയാത്തത് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അതിന്റെ വീമ്പ് വന്നിട്ട് ഭൂമിയിൽ ഒന്നും പറയുന്നില്ല. ഇന്നത്തെ മനുഷ്യർ ഒന്നും കാണാതെ വീമ്പടിക്കുമ്പോൾ എല്ലാം കണ്ടവൻ തന്നെ തന്നെ താഴ്ത്തിയതാണ് നമുക്ക് മാതൃക. അതാണ് ഒരു ശുശ്രൂഷകളിൽ കാണേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മക്കളെ, നമുക്ക് തലവണക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ശ്വാസസ്നാനം എന്നത് മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമല്ല. പെന്തക്കോസ്ത് പാസ്റ്റർമാര് കണ്ടെത്തിയ ഒരു സിദ്ധാന്തവുമല്ല. ദൈവവചനത്തിന്റെ ആഴമാണ് അതിനകത്തുള്ളത്. അതിനകത്തൊരു മരണം നടക്കുന്നു, ഒരടക്കം നടക്കുന്നു, ഒരാത്മീക പുനരുത്ഥാനം നടക്കുന്നു. അതിന്റെ പൂർണ്ണതയിൽ ശരീരത്തിന് പുനരുത്ഥാനം ഉണ്ടാകുന്നു.
ഇത് ദൈവവചനത്തിന്റെ സത്യങ്ങളാണ്. ഇന്ന് രാത്രി തെറ്റിദ്ധാരണകൾ മാറണം. സ്നാനപ്പെട്ടത് അബദ്ധമായോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ മക്കളെ, സ്നാനത്തിലൂടെ ദൈവം നമ്മെ മറ്റൊരു മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ശരീരം നമ്മൾ ഭൂമിയിലാണ്, ആത്മാവ് കൊണ്ട് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി. നമ്മുടെ പദവി നാം മറന്നു പോകരുത്. ബാങ്ക് ബാലൻസ് നോക്കിയല്ല ഈ പദവി നാം കണക്ക് കൂട്ടുന്നത്. അവിടെയൊക്കെ ശൂന്യമായിരിക്കും. കാരണം ഇന്ന് രാത്രി കർത്താവ് വന്ന ബാങ്ക് ബാലൻസ് ഇവിടെ കിടക്കും, നമ്മളങ്ങ് പോകും. ഇന്ന് രാത്രി കർത്താവ് വന്ന സമ്പത്തും വീട് ഇവിടെ കിടക്കും, കാറും ലോറി ഇവിടെ കിടക്കും. അവനോട് അനുരൂപപ്പെട്ടവൻ അങ്ങ് പോകും. ഇത്രയേ ഉള്ളൂ ഈ ലോകത്തിലുള്ള എല്ലാം. ആ രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങളെ കാണാൻ. എന്നാൽ നമുക്ക് ആവശ്യമുണ്ട്. ദൈവം ആവശ്യത്തിന് മുഖത്ത് മുഖം മറയ്ക്കുന്നവനുമല്ല. നമുക്ക് ഭൂമുഖത്ത് ദൈവം ആയുസ് തരുമ്പോൾ, ആരോഗ്യം തരുമ്പോൾ, കഷ്ടങ്ങളും വേദനകളും രോഗങ്ങളും ഉണ്ടെങ്കിലും രോഗം അനുവദിക്കുന്നവൻ രോഗസൗഖ്യവും നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. കാരണം അവൻ അതിനുവേണ്ടി വില കൊടുത്തിട്ടുണ്ട്. അവന്റെ അടിപ്പിണർ നമ്മൾക്ക് സൗഖ്യമത്രേ. അത് വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉള്ളതത്രേ. പാപക്ഷമ നമുക്ക് ലഭിക്കുന്നതിന് അവൻ രക്തം ചിന്തിയിട്ടുണ്ട്. അവൻ ഓൾറെഡി നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം തന്റെ ക്രൂശ് മരണത്തിലൂടെ ദൈവത്തോട് നമ്മെ നിരപ്പിച്ച് കൃപാസനത്തെങ്കിലേക്ക് ജീവപുതുവഴി തുറന്നു തന്ന് ആത്മാവിൽ നമ്മെ ജീവിപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. ആമേൻ. നാം ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് ഈ ലോകത്തിൽ, ആമേൻ, അനുകൂലമല്ലാത്ത ഈ ലോകത്തിൽ കർത്താവിന്റെ വരവിനെ പ്രത്യാശയോടെ നോക്കി പാർക്കുന്ന ഒരു വിശുദ്ധ സംഘം, ആമേൻ, ഈ ലോകത്തിൽ അവശേഷിക്കുന്നുണ്ട്. അവർ മജോറിറ്റി അല്ല, അവർ മൈനോറിറ്റി അത്രേ. ആ പാതയിലൂടെ സഞ്ചരിപ്പാൻ ആഗ്രഹമുള്ളവർ ഒരു ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. അവരെടുക്കുവാതിലൂടെ കടന്നവരും ഞെരുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവരും അതിലെ പോകാൻ ഇഷ്ടപ്പെടുന്നവർ വളരെ ചുരുക്കവും. അതിന്റെ അവസാനം നിത്യജീവനും അത്രേ. ദൈവം നമ്മെ ആ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രാത്രി ദൈവത്തിന്റെ വചനം നമുക്ക് വലിയ സ്വാതന്ത്ര്യം തരുന്നതും ദൈവസന്നിധിയിൽ ഉറപ്പ് തരുന്നതും, ആമേൻ, പാപത്തിന്റെ മേൽ നമുക്ക് ആമേൻ ആ ഡോമിനിയൻ നമ്മെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് ഇനി പാപത്തിന് നമ്മളെ കർത്തൃത്വം നടത്താൻ സാധ്യമല്ല. അൺടിൽ ആൻഡ് അൺലെസ് നാം അതിനെ അനുവദിച്ചു കൊടുക്കാത്തിടത്തോളം ഒരു പാപശക്തിക്കും ഒരു പൈശാചിക ശക്തിക്കും, ആമേൻ, നമ്മുടെ മേൽ ഇനി അധികാരമില്ല. കാരണം നാം ദൈവത്തിന്റെ വകയായി തീർന്നു. സ്വർഗത്തോളം കയറി ചെല്ലാനുള്ള ഒരു ആക്സസ് തന്നവൻ, ആമേൻ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ദൈവവചന സത്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ഇന്നലകളിലെ മനോഭാവത്തിലല്ല, ജീവന്റെ പുതുക്കത്തിൽ നമ്മുടെ നടപ്പിനൊരു പ്രത്യേകത വേണം, നമ്മുടെ ചിന്തകൾക്കൊരു പ്രത്യേകത വേണം, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകത വേണം. കാരണം ദൈവം നമ്മെ വിശേഷതയുള്ളവരായി എണ്ണിയിരിക്കുന്നു. നാം ഭൂമിയിൽ അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവമൊരുക്കുന്ന ആ നിത്യരാജ്യത്തിന് വേണ്ടി പ്രത്യാശയോടെ നോക്കി പാർക്കുന്നവരാകൊണ്ട് അതിനുവേണ്ടിയാ നാം സ്നാനപ്പെട്ടത്, അതിനുവേണ്ടിയാ നാം യേശുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടത്, അതിനുവേണ്ടിയാ കർത്താവ് നമ്മെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ്യ. തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ അവൻ വീണ്ടും വരുമെന്നുള്ള വചനപ്രകാരം ഞാനും നിങ്ങളും പ്രത്യാശയോടെ അവന് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിൽ ഈ രാത്രിയുടെ യാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ, നിന്റെ വചനത്തിൽ ആനന്ദിക്കുവാൻ, ആമേൻ, അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ. ലിങ്ക് ചെയ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം കരയേറ്റുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. കുടുംബങ്ങളായി അനുഗ്രഹിക്കണം, വ്യക്തികളായി അനുഗ്രഹിക്കണം, തലമുറകളെ അനുഗ്രഹിക്കണം. രോഗങ്ങള്, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദൈവത്താൽ അതിനെല്ലാം വിടുതൽ കർത്താവേ ഈ രാത്രികാലം അധികാരമുള്ള നിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നിന്റെ ജനം വചനത്തിലൂടെ സ്വതന്ത്രരായതുപോലെ അവരുടെ ശരീരത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, അവരുടെ ഭവനത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, അവരുടെ മിഥ്യാധാരണകളൊക്കെ മാറി ദൈവത്തിന്റെ വചനം അവർക്ക് വെളിച്ചം ശോഭിക്കണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി
ഒരുക്കിയിട്ടുണ്ടല്ലോ, അതോർത്ത് സ്തോത്രം കരയേറ്റുന്നു. അത് എന്റെ മക്കളിൽ നിവർത്തിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലവണക്കിരിക്കുന്ന എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഗ്രേസ് ആൻഡ് ട്രൂത്ത് ക്രിസ്ത്യൻ മനുഷ്യ പ്രവർത്തനങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു.